ലോകകപ്പിലെ ഹെയ്ത്തിക്കെതിരായിട്ടുള്ള ബ്രസീലിൻ്റെ മത്സരം കണ്ട പ്രേക്ഷകരിലേക്ക് നമുക്ക് പോകാൻ. നിങ്ങൾക്കറിയുന്ന പോലെ എതിരില്ലാത്ത 3 ഗോളിനാണ് കാനറികൾ ആദ്യ വിജയം സ്വന്തമാക്കിയത്. ഈ മലപ്പുറത്ത് വലിയ ആവേശമായിരുന്നു കളി കാണാൻ. ഗൂഗിൾ കെ വേണുഗോപാൽ ചേരും, അതുപോലെ തൃശ്ശൂരിലും കളി ആവേശം ഒട്ടും കുറവില്ല. അവിടുന്ന് ശ്രീജിത്ത് ശ്രീകുമാറിനും ചേരും. ആദ്യം മലപ്പുറത്തേക്ക് ഗൂഗിൾ കെ വേണുഗോപാൽ. ഗൂഗിൾ, എങ്ങനെയുണ്ടായിരുന്നു കളിയരങ്ങ്? വലിയ ആവേശത്തിലാണ്. കാരണം ഈ ലോകകപ്പിലെ ആദ്യത്തെ വിജയം ബ്രസീൽ കാനറിപ്പട സ്വന്തമാക്കിയതിന്റെ ആവേശത്തിലാണ് ബ്രസീൽ ആരാധകർ. അവർ പ്രതീക്ഷിച്ച പോലെ തന്നെ ആയിരുന്നു കളി എന്നത് നമുക്ക് ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു കളി? കളിച്ച് ബോളായോളൂ. സെക്കൻഡിലും ഒറ്റ തേറ്റായി. രണ്ടും ബോള് അവിടെ എത്തില്ല. പോസ്റ്റായിട്ട് പിന്നെ ബോൾ ഇന്നത്തെ വിജയം എത്തില്ല. മാക്സിമം നോക്കി. ഈ 3-0 തന്നെയായിരുന്നു നേരത്തെ വിചാരിച്ചിരുന്നത്. ഞാൻ കളി ടൈം 2-1 വിചാരിച്ചു. പിന്നെ 3 സൈഡായി. 2-1 വിചാരിച്ചു. ഞാൻ വന്നു കഴിഞ്ഞ കളിനെക്കാട്ടി മെച്ചപ്പെട്ടോ? അത് നല്ല കളിയുണ്ട്. എന്താ അവസ്ഥ? എന്താ കളിയെ കണ്ട് കളി ഉഷാറായിരുന്നു. തന്നെയാണ് ഇവിടുത്തെ മഞ്ചേരി കിഴക്കേത്തല എങ്ങനെ കളി കണ്ട്? കളി നല്ല കളിയായിരുന്നു. മുന്നത്തെ അപേക്ഷിച്ചുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ട്. ബ്രസീലിന് പണ്ടൊരു 7 ഗോള് കിട്ടിയതിന്റെ ക്ഷീണം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് 3 ബ്രസീൽ അല്ലാന്ന് തോന്നാലോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ ബ്രസീലുകാരൻ തന്നെയാണ്. എൻ്റെ പേരും ബ്രസീലുമായിട്ട് ചെറിയൊരു സാമ്യമുണ്ട്. അത് കാരണം ബ്രസീലായ ഒരാളാണ്. ബാസിൽ ബ്രസീൽ. അതെ. അപ്പോൾ അങ്ങനെ ബ്രസീലായ ഒരു വ്യക്തിയാണ് പണ്ട് മുതലേ. അപ്പോൾ 7 ഗോള് കിട്ടിയ അന്ന് മുതൽക്കുണ്ട് തിരിച്ചതേപോലെ എങ്ങനെയും കുറച്ച് ഗോള് ആർക്കെങ്കിലും ഒക്കെ കൊടുത്തിട്ട് അതിനൊന്ന് തിരിക്കണം എന്നുള്ളൊരു ഗ്രൂപ്പ് സ്റ്റേജിൽ ഒന്നാമത് എത്തിയല്ലേ? ഇപ്പൊ അടുത്ത സ്കോട്ട്ലൻഡ് ഉണ്ട്. അതെങ്ങനെയായിരിക്കും? അത് ഒന്ന് നോക്കാം, വന്നപ്പോൾ നോക്കാം കളി. ആവേശം എന്താ കുറച്ച് കുറവുണ്ടോ? അത് ഇവിടെ ഫുള്ള് അർജന്റീന ഫാൻസ് ഇവിടെ നിൽക്കാൻ നമുക്ക് പറ്റുന്നില്ല. അതെ മുട്ടില്ല. ആവേശാക്കണ്ടേ? അതെ, 2 ടീം അര കൂട്ടമാണ്. അതില്ല. ഈ മറ്റേ നമ്മള് മലപ്പുറം ഭാഷ പറഞ്ഞാൽ തൊള്ളത്തല്ല് കൂടാൻ പറ്റിയ ബ്രസീലിൽ അതിനുള്ള ആൾക്കാരില്ല. ബ്രസീലിലുള്ള അർജന്റീന തൊള്ളത്തല്ലിന് പറ്റിയ ഇഷ്ടംപോലെ ആളുകളാണ്. വേറെ അർജന്റീനക്കാരുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. തൃശ്ശൂരിലും കളി ആവേശത്തിനൊട്ടും കുറവില്ല. ശ്രീജിത്തെ, ഗുഡ് മോർണിംഗ്. അവിടെ എന്താ അവസ്ഥ തൃശ്ശൂരില്? എന്തിട്ട് തൃശ്ശൂരപ്പാ പറയും? അർജന്റീന തൃശ്ശൂരിൽ കളിയാവേശത്തിന് ഒട്ടും കുറവില്ല. മുൻപ് നമ്മൾ അർജന്റീനയുടെ മത്സരം കണ്ടപ്പോൾ അവർ മെസ്സിയൊക്കെ ഹാട്രിക് അടിച്ച സമയത്ത് വലിയ ആവേശമായിരുന്നു. ഇതെന്തായാലും ഹാട്രിക് ഇല്ല. വിനീഷ്യസ് ജൂനിയർ 1 ഗോളും ഒരു താരം മറ്റൊരു ഗോളുമാണ് അടിച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടുത്തെ കളി ഈ ബ്രസീൽ ആരാധകർ വലിയ ആവേശം. എന്ത് തോന്നുന്നു കളി? നല്ല സന്തോഷം. ബ്രസീലിന്റെ ഒരു തിരിച്ചുവരവ് വളരെ സന്തോഷം തോന്നുന്നു. ഇനിയും ഇതുപോലെ മുന്നോട്ട് പോകും. നല്ല ആവേശം. ഈ കളിയുടെ ഒരു അവസാന പകുതിയിലാണ് വീണ്ടും കുറച്ചധികം ഹെയ്ത്തി നന്നായി ആക്രമിച്ച് കളിച്ചിരുന്നു. അപ്പോൾ ഭയം തോന്നിയിരുന്നു? അത് നമ്മുടെ ഡോൺ കാർലോന്റെ ഒരു തന്ത്രങ്ങളാണ്. എന്ത് തന്ത്രം ഒന്ന് പറഞ്ഞേ? നമ്മൾ ഫസ്റ്റ് ഹാഫിൽ 3 ഗോൾ കളിച്ചു, 3 ഗോൾ അടിച്ചു ജയിച്ചു. പിന്നെ അതൊരു നല്ലൊരു സെറ്റായി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി വരുന്ന കളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള കളി പോലെ എടുത്താൽ മതി. കുറച്ചധികം താരങ്ങളെ കയറ്റി, വിനീഷ്യസിനെ കയറ്റിയിട്ടൊക്കെ അല്ലേ? അതെ. ഈ നമ്മുടെ സുൽത്താൻ തിരിച്ചു വരും. അപ്പൊ ഇത് വരുമോ? അതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. വരുമോ? അതാ ബ്രസീലിന്റെ ഇതൊരു രസമുണ്ട് സ്കൈൻ. ഇതിനടിയിൽ അർജന്റീനയാണ്. പേരെന്താ? കൈലാസ്. അർജന്റീന ആരാധനാണ്. സ്വാഭാവികമായിട്ട് ഇപ്പൊ പെട്ടെന്ന് ബ്രസീലിന്റെ കൊടി എടുത്ത്. ബ്രസീലിനോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? അർജന്റീനയോടോ? ആര് ജയിക്കണം? ഇതാണ് സ്കൈൻ അവസ്ഥ. എന്തായാലും വലിയ തോതിൽ ആവേശം തൃശ്ശൂരിലുണ്ട്. നമ്മൾ കാളത്തോട് മേഖലയിലാണുള്ളത്. ഇവിടുത്തെ ക്ലബിലെ അംഗങ്ങളാണ്. എന്തായാലും ബ്രസീൽ വിജയിച്ചതിൽ അമിതമായ ആത്മവിശ്വാസമൊന്നുമില്ല, അല്ലെങ്കിൽ ആവേശമൊന്നുമില്ല. പക്ഷേ കാര്യമായ രീതിയിലുള്ള ഒരു ആവേശം അവരിൽ കാണുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.